കേരളത്തിൽ തെരുവ് നായ ആക്രമണങ്ങൾ ഇന്ന് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന അതീവ ഗുരുതര ഒരു സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ, വയോധികർ, നടന്നു പോകുന്നവർ എന്നിവരൊക്കെയാണ് ഇതിന്റെ പ്രധാന ഇരകൾ. സ്കൂൾ മുറ്റങ്ങളിലും ആശുപത്രി പരിസരങ്ങളിലും എന്തിനേറെ സ്വന്തം വീട്ടുപറമ്പിൽ പോലും ആളുകൾക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ നിലവിലത്തെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ജെയ്സൺ മണിയങ്ങാട്, കൊച്ചിയിൽ നിന്നും അഹമ്മദ് മുജതബ, കോഴിക്കോട് നിന്നും ദിലീപ് ദേവസ്യം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് 3 പേർക്കും. ആദ്യം നമുക്ക് തലസ്ഥാനത്തേക്ക് തന്നെ പോവാം. ജെയ്സൺ മണിയങ്ങാടാണ് ചേരുന്നത്. ജെയ്സൺ, 2024 ഇറങ്ങിയിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് ഇപ്പം നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഗൂഗിളിലോ അല്ലെങ്കിൽ പൊതുവിടങ്ങളിലോ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിൽ നിന്ന് മാത്രമാണ് കന്നുകാലി സെൻസസിന്റെ ആ റിപ്പോർട്ട് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കൊല്ലത്ത് നിന്നും കഴിഞ്ഞ ദിവസം അരുണിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കൊല്ലത്തെ നായ്ക്കളുടെ എണ്ണം 10 മടങ്ങായിട്ട് വർദ്ധിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ തിരുവനന്തപുരത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണ്? തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? അവിടെ മാലിന്യ സംസ്കരണം പുതിയ മേയർ വന്നതിന് ശേഷം കൂടുതൽ ഭംഗിയായി നടക്കുന്നുവെന്ന് നമ്മുടെ പ്രേക്ഷകർ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. ശരിക്കുമുള്ള സത്യം എന്താണ്? വിഷ്ണുപ്രിയ, 2025 സംസ്ഥാനത്ത് ആകെപ്പാടെയുള്ള തെരുവുനായ ആക്രമണം 3,16,670 ഇതിൽ ഏതാണ്ട് 50,000-ലധികം തെരുവുനായ ആക്രമണം ഉണ്ടായത് തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ തന്നെ മനസ്സിലാകും തെരുവുനായുടെ ആക്രമണം എത്രമാത്രം കൂടുതലാണ് എന്നുള്ളത്. ഇത് 2016 അവസ്ഥയാണ്. ഓരോ വർഷവും 8,000-ലധികം തെരുവുനായ ആക്രമണങ്ങൾ തിരുവനന്തപുരത്ത് മാത്രം കൂടുന്നു എന്നുള്ളതാണ് കണക്ക്. അത് അതീവ ഗൗരവമായ കണക്കാണ്. കാരണം അതിനു മുമ്പ് 46,624 അതിനും തൊട്ട് മുമ്പത്തെ വർഷത്തെ കണക്ക്. അപ്പോൾ ഓരോ വർഷവും കൂടുന്നു. അതിൽ യാതൊരു തരത്തിലും കുറവ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ജനറൽ ആശുപത്രിയിലേക്ക് പോയാൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് തെരുവുനായ ആക്രമണം വന്ന് നഗരത്തിലുള്ള ആളുകളിൽ കൂടുതലെത്തുന്നത്. ഓരോ ദിവസവും 14 പേർ, ആവറേജ് കണക്കാണ്, 14 പേർ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പേർ. അതിൽ 16-ൽ 12 തെരുവുനായ ആക്രമണമാണ്. അതായത് നായയുടെ ആക്രമണത്തിൽ 16 പേര് എത്തുന്നുണ്ടെങ്കിൽ 12 തെരുവുനായയുടെ ആക്രമണം. അത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പരിധിവരെ അതിൽ കുറവ് വരുത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നായയുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നായയെ വന്ധ്യീകരിച്ചും മറ്റുമൊക്കെ നടപടികൾ, ABCയിലെ നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമായ കുറവില്ല. നായയുടെ അക്രമത്തിൽ കുറവില്ല എന്നുള്ളത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇതിനെ മറ്റൊരു രീതിയിൽ നഗരസഭ കാണാൻ ഇപ്പോൾ ശ്രമിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ നഗരസഭയിലേക്ക് നടക്കുന്ന ഈ അടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ നഗരസഭയ്ക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിലും തലസ്ഥാനത്തെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും കോർപ്പറേഷന് പോലും ഈ പറഞ്ഞ അടിസ്ഥാന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താനുള്ള സമയമില്ല. അവിടെ അടിപിടികളാണ്, നാടകീയ രംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ നിന്നും അഹമ്മദ് മുജതബയാണ് നമുക്കൊപ്പം ചേരുന്നത്. മുജതബ, കൊച്ചി പോലുള്ള നഗരത്തിൽ ഈ ശല്യം കൃത്യമായിട്ടുണ്ട് എന്നറിയാം. എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്? എണ്ണം പെരുകിയിട്ടുണ്ടോ തെരുവ് നായ്ക്കളുടെ? വിഷ്ണുപ്രിയ, കഴിഞ്ഞ 5 വർഷത്തെ ഒരു കണക്കെടുത്താൽ ശരാശരി 1.5 ലക്ഷം ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന കണക്കുകൾ. അതൊരു പക്ഷേ ഇനി കൂടിയേക്കാം. റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങളാണ്. പക്ഷേ ശരാശരി ഒരു ദിവസം എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 50-ലേറെ പേർക്ക് ഈ തെരുവുനായയുടെ കടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ഈ വർഷം ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള കണക്കെടുത്താൽ മാത്രം കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 80-ലധികം തെരുവുനായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കണക്കുകളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൊച്ചി നഗരത്തിലും എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് ഒരു നഗരവൽകൃത സ്ഥലത്തൊക്കെ രാത്രി കാലങ്ങളായാൽ അവിടെ കൂടുതൽ തെരുവുനായ്ക്കളുടെ ശല്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിനകത്ത് ഇപ്പം കൊച്ചി കോർപ്പറേഷനൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ
നിലവിൽ തെരുവ് നായ്ക്കളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കമുണ്ട്. നിലവിൽ 4 പേരാണ് 2 വാഹനങ്ങളിലായി തെരുവ് നായ്ക്കളെ പിടിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് തികയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് 10ഓളം വരുന്ന ആളുകളെ കൂടെ നിയമിക്കണം. അതിനിപ്പോൾ ഒരു അഭിമുഖം നേരത്തെ നടന്നു കഴിഞ്ഞു. പക്ഷേ കൃത്യമായിട്ടുള്ള തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളുടെ ഇടപെടൽ തന്നെയാണ് കൊച്ചിയിൽ ആവശ്യമായിട്ട് വരുന്നത്. ഉദ്യോഗസ്ഥർ എണ്ണത്തിൽ അല്ലെങ്കിൽ ആ ഒരു സംഘത്തിന്റെ എണ്ണത്തിൽ കുറവുണ്ട്. കാര്യങ്ങളൊന്നും കൈവിട്ട് പോയിരിക്കുകയാണെന്ന് കൊച്ചിയിൽ നിന്ന് മുജിതബ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ മധ്യ കേരളത്തിലെ വിവരം അറിഞ്ഞു, തെക്കൻ കേരളത്തിലെ വിവരം അറിഞ്ഞു. ഇനി നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിഷ്ണുപ്രിയ. നിൽക്കുന്നത് കോഴിക്കോടാണെന്നറിയാം. ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണ്? പ്രത്യേകിച്ച് വടക്കൻ കേരളത്തെ മുഴുവൻ സംബന്ധിച്ച് നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്. ഒത്തിരി പേരാണ് അതിജീവനത്തിന്റെ പാതയിലുള്ളത്. നടക്കാൻ പോലും പേടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് വിഷ്ണുപ്രിയ. ഞാൻ ഈ തെരുവുനായ ശല്യത്തിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥ കണ്ടതാണ്. കാരണം ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ആ തെരുവുനായുടെ ആക്രമണത്തിൽ കടിയേറ്റ ഒരു കുട്ടിക്ക് പേവിഷബാധയേറ്റ് മരിച്ചു. നിയ ഫൈസൽ എന്ന് പറയുന്ന 7 വയസ്സുകാരിയാണ് അന്ന് മരിക്കുക ചെയ്തത്. അത് ആ കുട്ടി കുടുംബമൊക്കെ ഞാൻ വലിയ സൗഹൃദം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. വലിയ ദുഃഖമായിരുന്നു. അന്ന് നമ്മൾ സംസ്ഥാനമൊട്ടാകെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സ്ഥലം ഇതിനെ വന്ധീകരിക്കുന്ന ABC കൺട്രോൾ അടക്കം നോക്കുന്നു, ആനിമൽ ബർത്ത് കൺട്രോൾ. അത് എത്രത്തോളം ജില്ലയിലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുകയാണെങ്കിൽ സമാനമായ അവസ്ഥ തന്നെയാണുള്ളത്. കാരണം ഈ സമയമാകുമ്പോൾ കുട്ടികളെല്ലാം മദ്രസയിലേക്കൊക്കെ പോകുന്ന നേരമാണ്. ആ സമയത്താണ് ആ തെരുവ് നായകൾ അധികം തന്നെ ഇറങ്ങുകയും ചെയ്യുന്നത്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ തന്നെ ഈ അറവ് മാലിന്യങ്ങളെല്ലാം തന്നെ റോഡിൽ തള്ളുന്ന ശീലമുണ്ട്. മറ്റൊരു കാര്യത്തിൽ വീട്ടിലെ മാലിന്യ സംസ്കരണം പോലും കൃത്യമായി നടക്കുന്നില്ല എങ്കിൽ അവ ആളുകൾ തന്നെ അത് പൊതു റോഡിലേക്ക് ഇറങ്ങുന്നു. ഇതെല്ലാം തന്നെ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തെരുവ് നായകൾ അധികം ഈ റോഡിലേക്കൊക്കെ ഇറങ്ങുന്നത്. ഈ സമയത്താണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോകുകയും അവരെ ആക്രമിക്കുന്ന അടക്കം സാഹചര്യങ്ങളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ മാസം തന്നെ 11,000-ലധികം തെരുവുനായ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രികൾ ചികിത്സ തേടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് തെരുവുനായ അക്രമവും ശല്യവും കൂടി വരികയാണ്. പക്ഷേ ABC ആനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റം കൃത്യമായി നടക്കുന്നില്ല. അതിന് വന്ധീകരണ പ്രവർത്തികൾ കൃത്യമായി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തെരുവുനായ അങ്ങനെ പെരുകാനും അത് ജനങ്ങൾക്ക് തലവേദനയാകാനും കാരണമാകുന്നത്. നമ്മൾ മറ്റൊരു ദിവസം കണ്ടതാണ് CCTV ദൃശ്യങ്ങളിൽ ഒരു 3 വയസ്സുകാരി കുട്ടി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തെരുവുനായ ഓടി വന്ന് ആ കുട്ടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളെല്ലാം എല്ലാവരുടെയും മനസ്സിനെയും വേദനിപ്പിക്കുന്നതാണ്. സ്വന്തം വീട്ടിൻ്റെ മുറ്റത്തിറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ തെരുവുനായ വീടുകൾ പോലും കയ്യേറുന്ന അവസ്ഥകളിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അതിനുള്ള കൺട്രോളിങ് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾ തന്നെ നമ്മൾ ഇതുമായി പ്രതികരണങ്ങൾ തേടുമ്പോൾ പലപ്പോഴും പറയുന്നത് ജനങ്ങൾ പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. വിഷ്ണുപ്രിയ. ശരി, എന്തായാലും കോഴിക്കോട് നിന്നുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ് നമ്മളോട് ദിലീപ് ദേവസ്യ പങ്കുവെച്ചത്. ഇതുപോലെ പറയാനായിട്ട് എത്രയേറെ കഥകൾ, എത്രയേറെ കാര്യങ്ങൾ, ദുരവസ്ഥകൾ അല്ലേ, ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രതിനിധികൾ ഏതൊരു ഭാഗത്ത് വരണമെങ്കിൽ എന്താണ് അവിടെ ഒരു ജീവൻ പൊലിയേണ്ടി വരും, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റേണ്ടി വരും. എങ്കിൽ മാത്രമാണ് ആരെങ്കിലുമൊക്കെ ഇടപെടുള്ളൂ. അങ്ങനെയായി മാറിക്കഴിഞ്ഞു. ഈ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ